എൻ്റെ പാർട്ട്ണർ സിദ്ധാർത്ഥ് ആള് ഇന്നും ആർത്തവമുള്ളൊരു വ്യക്തിയാണ്. ഒരിക്കലും ഒരു സ്ത്രീയെ പോലെ പെരുമാറാനോ ഒരു സ്ത്രീയായിട്ട് ജീവിക്കാനോ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ആർത്തവം വരുന്നു. ഈ ഒരു ജീവിതത്തിൽ ആരോട് എന്ത് പറയണം, എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു അവസ്ഥയെ, എനിക്കുള്ള ഈ പീരീഡ്സിനെ അല്ലെങ്കിൽ മാസം മാസം ക്രമമായിട്ട് വരുന്ന ഈ ഒരു അവസ്ഥയെ ആരുടെ മുമ്പിൽ പറയണമെന്ന് പോലും പറയാതെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. എല്ലാവർക്കും നമസ്കാരം. ആർത്തവം എന്ന് പറയുമ്പോൾ സ്ത്രീകളെ മാത്രമാണ് ഇത്രയും നേരം ഇവിടെ അഡ്രസ്സ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആർത്തവത്തിൻ്റെ മറ്റൊരു വശത്തെ കൂടി സംസാരിക്കാനാണ് ഞാനിവിടെ ആയിരിക്കുന്നത്. ആർത്തവം സ്ത്രീകൾക്ക് മാത്രം സ്വന്തമായിട്ടുള്ള ഒന്നല്ല. ആർത്തവമുള്ള പുരുഷന്മാരും നമുക്കിടയിലുണ്ട്. അവരെ എല്ലാവരെയും നമ്മൾ മനസ്സിലാക്കേണ്ടതുമുണ്ട്. അവരെല്ലാം നമുക്കിടയിൽ ജീവിക്കുന്നുമുണ്ട്. ആരും തിരിച്ചറിയപ്പെടുന്നില്ല. ഇത്രയും നേരം എല്ലാവരും സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ ആർത്തവത്തെക്കുറിച്ച് എവിടെയും സംസാരിക്കുമ്പോൾ സ്ത്രീകളെ മാത്രമാണ് എവിടെയും അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഒരിടത്ത് പോലും ആർത്തവമുള്ളൊരു പുരുഷനെ കുറിച്ച് ആരും സംസാരിച്ച് കേട്ടിട്ടില്ല. ആർത്തവമുള്ളൊരു ഇന്റർസെക്സുവലിറ്റിയെക്കുറിച്ച് ആരും സംസാരിച്ച് കേട്ടിട്ടില്ല. അപ്പോൾ അത്തരം വ്യക്തികളെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തുകയാണ്. സ്ത്രീ ശരീരത്തിൽ ജനിച്ചിട്ട് ഒരു പുരുഷന്റെ മനസ്സായി ജീവിക്കുന്ന ആളുകളാണ് ട്രാൻസ്മെനുകൾ. അവരെല്ലാം നമുക്കിടയിൽ തന്നെയുണ്ട്. അവരുടെ ആർത്തവ ജീവിതം എന്ന് പറഞ്ഞാൽ അത്രയേറെ അവർക്ക് ഇഷ്ടമല്ലാത്ത, അത്രയേറെ വെറുപ്പോടുകൂടി കാണുന്നതാണ് അവരുടെ ആർത്തവ ദിവസങ്ങൾ. എല്ലാ സ്ത്രീകളും ഇന്ന് ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് മാത്രം കൈമാറ്റപ്പെട്ടുകൊണ്ടിരുന്നതാണ് ആർത്തവം എന്ന് പറയുന്നത്. പട്ടി കടിക്കുന്നതും ചുമന്ന കൊടി പാറുന്നതെല്ലാം ചെവിയിൽ നിന്ന് ചെവിയിലേക്ക് മാത്രം ഒതുക്കിയിരുന്ന രഹസ്യമാണ്. പക്ഷെ ഇന്നെല്ലാം പരസ്യമായി, ആരും തന്നെ ഭയക്കുന്നില്ല, ആർക്കും നാണക്കേടില്ല. എനിക്ക് ആർത്തവമാണെന്ന് പറയുന്നതിന് നാണക്കേടില്ല. ഒരു പ്യാഡ് പോയി കടയിൽ പോയി വാങ്ങിക്കുന്നതിന് നാണക്കേടില്ല. പബ്ലിക്കിന് മുമ്പിൽ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുന്നതിന് നാണക്കേടില്ല. വളരെയധികം അഭിമാനത്തോടു കൂടി സംസാരിക്കുന്നു ആർത്തവത്തെക്കുറിച്ച്. ആർത്തവ ദിവസങ്ങളെ ആഘോഷിക്കുന്നു. പക്ഷേ ഈ ദിവസങ്ങളെ അത്രമാത്രം വെറുപ്പോടെ കൂടെ കാണുന്ന, അത്രമാത്രം ഇഷ്ടമല്ലാതെ ആ ദിവസങ്ങളെ തള്ളി നീക്കുന്ന ഒരു വിഭാഗമാണ് ട്രാൻസ്മെന്നുകൾ. ഞാനൊരു ട്രാൻസ്വുമണാണ്. ആർത്തവം ഇല്ലാത്തതിൽ വളരെയധികം സന്തോഷമുണ്ട് എനിക്ക്. കാരണം എൻ്റെ ലിംഗമാറ്റ ശാസ്ത്രക്രിയ കഴിഞ്ഞ് ഒരു മാസക്കാലത്തോളം നീണ്ടു നിന്ന ബ്ലീഡിങ് അത്രമാത്രം ഇറിറ്റേഷനാണ് എനിക്ക് നൽകിയത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി, എൻ്റെ അമ്മയും എൻ്റെ സഹോദരിമാരും അല്ലെങ്കിൽ എൻ്റെ കൂടപ്പിറപ്പുകളും കൂട്ടുകാരിമാരും എല്ലാം കടന്നു വന്ന വഴികൾ, എല്ലാ മാസവും അവരനുഭവിക്കുന്ന വേദനകൾ, ഈ ബ്ലഡ് ഇങ്ങനെ വരുമ്പോഴുണ്ടാകുന്ന ഇറിറ്റേഷൻ, അതിൻ്റെ സ്മെല്ല്, അടിക്കടി പാഡ് മാറ്റേണ്ടി വരുന്ന ബുദ്ധിമുട്ട്, ട്രാവൽ ചെയ്യേണ്ടി വരുന്ന ഒരു ബുദ്ധിമുട്ട്, ഒരു മാസത്തോളം ഞാൻ അനുഭവിച്ചപ്പോൾ തന്നെ എനിക്കിത് മനസ്സിലായി, അയ്യോ വേണ്ടേ എന്നായിപ്പോയി. എൻ്റെ പാർട്ട്ണർ സിദ്ധാർത്ഥ് ആളൊരു ട്രാൻസ്മെൻ ആണ്. ആള് ഇന്നും ആർത്തവമുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് കൂടി ഇവിടെ സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ആർത്തവമില്ലാത്ത സ്ത്രീ ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുന്നു, അങ്ങനെ എന്നെ വിശേഷിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എൻ്റെ പങ്കാളിക്ക് ഇപ്പോഴും ആർത്തവമുണ്ട്. ഇന്ന് എൻ്റെ കൂടെ ഇവിടെ വരേണ്ടതാണ് ആള്. പക്ഷേ ആർത്തവത്തിൻ്റെതായ ബുദ്ധിമുട്ടുകളുള്ളത് കൊണ്ട്, വേദനകളുള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് എൻ്റെ ഒപ്പം ഇവിടെ ഇല്ലാത്തത്. അപ്പം ആളെന്നോട് പറഞ്ഞു തന്നിട്ടുണ്ട് ആദ്യത്തെ ആർത്തവ നാളുകളെ കുറിച്ചിട്ട്. ചെറുപ്പത്തിൽ ആദ്യമായിട്ട് ആർത്തവം വരുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും കൂടെ പിടിച്ചൊരു റൂമിൻ്റെ അകത്തേക്ക് അടച്ചിട്ട് കുറച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് അവർക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ ദിവസങ്ങൾ. ആദ്യത്തെ ആർത്തവമാണ്, എല്ലാവരും ആഘോഷിക്കുന്നു, കുട്ടി വയസ്സറിയിച്ചു. പക്ഷേ അയാളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഇഷ്ടമല്ലാത്ത ദിവസങ്ങളായിരുന്നു ജീവിതത്തിൽ. കാരണം ഒരു സ്ത്രീ ശരീരത്തിലൊരു പുരുഷ മനസ്സായതുകൊണ്ട് മാത്രം ആ ദിവസങ്ങളെ എങ്ങനെ തള്ളി നീക്കണമെന്ന് പോലും ആൾക്കറിയത്തില്ല. ഒരിക്കലും ഒരു സ്ത്രീയെ പോലെ പെരുമാറാനോ ഒരു സ്ത്രീയായിട്ട് ജീവിക്കാനോ ആഗ്രഹിക്കാത്ത ഒരാൾക്ക് ആർത്തവം വരുന്നു. ആഹാ, ഇതെന്ത് കഥ അല്ലേ. അപ്പം ആ ദിവസങ്ങൾ അത്രമാത്രം വെറുപ്പായിരുന്നു അയാൾക്ക് തോന്നിയിട്ടുള്ളത്. സ്വന്തം ശരീരത്തോട് പോലും വെറുപ്പാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു പ്രക്രിയ എൻ്റെ ജീവിതത്തിൽ എന്നായിരുന്നു അയാൾക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്മെനായിട്ടുള്ള എല്ലാവർക്കും ആർത്തവമില്ല. പല ആളുകളും ഹോർമോൺ ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അവരുടെ ആർത്തവം സ്റ്റോപ്പ് ആവുകയാണ്. 2-3 ഇഞ്ചക്ഷൻസ് എടുത്തു കഴിയുമ്പോൾ തന്നെ ആർത്തവം നിൽക്കും. പക്ഷേ ആർത്തവം ഇന്നുമുള്ള ആളുകളുണ്ട്. എൻ്റെ പാർട്ട്ണർ ഇതുവരെ ഹോർമോണൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആൾക്ക് ഇപ്പോഴും ആർത്തവമുണ്ട്. എന്താ പറയുക, അതുപോലെ തന്നെ ഇൻ്റർസെക്സ് ആയിട്ടുള്ളൊരു വ്യക്തിയുണ്ട്, എൻ്റെ ഒരു കൂട്ടുകാരി. അപ്പം ആളുടെ ആർത്തവത്തെക്കുറിച്ച് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. പ്രത്യക്ഷത്തിൽ കണ്ടാൽ ഒരു പുരുഷനായിട്ട് തോന്നാം, അല്ലെങ്കിൽ ഒരു ട്രാൻസ്വുമൺ അങ്ങനെയൊക്കെ തോന്നിയേക്കാം. പക്ഷേ ആളൊരു ഇൻ്റർസെക്സ് വ്യക്തിയാണ്. അപ്പം ആളുടെ മലദ്വാരത്തോട് ചേർന്നിട്ടാണ് അദ്ദേഹത്തിൻ്റെ യോനി എന്ന് പറയുന്നത്. അപ്പോൾ ചെറുപ്പകാലത്തൊന്നും വീട്ടുകാർക്ക് അറിയത്തില്ല ഇതെന്താ സംഭവം എന്ന്. ഇതെന്തോ മൂലക്കുരു ആണോ ഇനി വേറെന്തെങ്കിലും ആണോ എന്നൊന്നും ആർക്കും അറിയത്തില്ല. അപ്പോൾ ഇവർ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുചെന്നപ്പോൾ ഹോസ്പിറ്റലൊക്കെ എല്ലാവരും പറഞ്ഞത് ഇത് മൂലക്കുരു എന്തോ ആട്ടോ, അത് മുറിച്ച് കളയണം, അല്ലെങ്കിൽ വേറെന്തോ പ്രശ്നമാണ്, കുട്ടിക്ക് വേറെന്തോ പ്രശ്നമാണ്. അപ്പോൾ ആദ്യകാലത്തൊക്കെ ബ്ലീഡിങ് വരുന്ന സമയത്ത് ഇത് ആരോട് പറയണമെന്ന് പോലും അറിയില്ല. അത് പീരീഡ്സ് ആണെന്ന് പോലും ആൾക്കറിയില്ലായിരുന്നു. ഈ വളരെ അടുത്ത കാലത്താണ് ഞങ്ങൾ അമൃതയിൽ ഡോക്ടറെ കണ്ടപ്പോൾ ആ ഡോക്ടറും കൺഫേം ചെയ്തു ഷീസ് എ ഇൻ്റർസെക്സ് പേഴ്സൺ എന്ന്. അപ്പം ഇൻ്റർസെക്സ് ആയിട്ടുള്ള ഒരാൾ അയാളുടെ പീരീഡ്സ് ഡേയ്സിൽ
അയാൾ പോയിക്കൊണ്ടിരുന്ന കോളേജിൽ, അയാളായിരിക്കുന്ന ഇടങ്ങളിൽ, ഒരു കടയിൽ പോലും പോയി ഒരു പാഡ് വാങ്ങിക്കാൻ ആൾക്കിപ്പോൾ 10-40 വയസ്സുണ്ട്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തെക്കുറിച്ച് ചിന്തിച്ച് നോക്കുക. ഒരു കടയിൽ പോയി ഒരു പാഡ് മേടിക്കാൻ പോലും നിഷിദ്ധമായിരുന്നു ആൾക്ക്. അല്ലെങ്കിൽ 4 ആളുടെ മുമ്പിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെയുണ്ട് അമ്മ, അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുണ്ട് ഒരാളുടെ അടുത്ത് പോയിട്ട് പറയാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങൾ. ആ ദിവസങ്ങളെ തള്ളി നീക്കിയിട്ട് ആൾ മുന്നോട്ട് കടന്നു നീങ്ങി. ഈ ഒരു ജീവിതത്തിൽ ആരോട് എന്ത് പറയണം, എങ്ങനെയാണ് നമ്മളുടെ ഈ ഒരു അവസ്ഥയെ, എനിക്കുള്ള ഈ പീരീഡ്സിനെ അല്ലെങ്കിൽ മാസം മാസം ക്രമമായിട്ട് വരുന്ന ഈ ഒരു അവസ്ഥയെ ആരുടെ മുമ്പിൽ പറയണമെന്ന് പോലും പറയാതെ ജീവിച്ചിരിക്കുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ നമുക്കിടയിൽ സ്ത്രീകൾ മാത്രമല്ല, ആർത്തവമുള്ള പുരുഷന്മാരും ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളൊക്കെ നമുക്കിടയിലുണ്ട്. അവരെല്ലാവരെയും കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ എവിടെയും ഇനി ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീകളെ മാത്രം അഡ്രസ്സ് ചെയ്യാതെ ട്രാൻസ്മെൻ ആയിട്ടുള്ള ആളുകളുടെ ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളുടെ അവസ്ഥകളും എല്ലാം അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതാണ്. നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഈ ട്രാൻസ്മെൻ ആയിട്ടുള്ള ആളുകളെയും ഇൻ്റർസെക്സ് ആയിട്ടുള്ള ആളുകളെ കുറിച്ച് എല്ലാവരും അറിയണം, അവരെക്കുറിച്ച് പഠിക്കണം. എവിടെയും ആർത്തവത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്ത്രീയിൽ മാത്രം ഒതുങ്ങി പോവാതെ, അല്ലെങ്കിൽ സ്ത്രീ എന്ന ബൈനറിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ അതിനപ്പുറമുള്ള എല്ലാ വ്യക്തികളെക്കുറിച്ച് മനസ്സിലാക്കണമെന്ന് അതിയായി ആഗ്രഹിക്കുന്ന പറയുന്നു. കൂടുതൽ സംസാരിച്ച് ദീർഘിപ്പിക്കുന്നില്ല. നന്ദി, നമസ്കാരം.